ഇന്നിവിടെ നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നോക്കിയാൽ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്, വെള്ളവും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പി ആയിട്ട് ചെയ്യുന്നത് ഒരു തോരനാണ്. അപ്പോൾ അത് വെറുതെ കഴിക്കാനായാലും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ അതിനായിട്ട് ചങ്ക്സ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ചോപ്പറിലിട്ടിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മിക്സിയിൽ ചെയ്യാം, പക്ഷെ മിക്സിയിൽ നിന്ന് അരഞ്ഞു പോകരുത്. പൾസിലിട്ടിട്ട് 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് കിട്ടുക. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് ഇട്ട് പൊട്ടിക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക, ചെറിയൊരു പീസ്. പിന്നെ അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില. ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. വലുതാണെങ്കിൽ 1 മതി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. ഒന്ന് കളർ മാറി വരുമ്പോൾ, ഒരുപാട് മൊരിയൊന്നും വേണ്ട, അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവുള്ള മുളക് പൊടി തന്നെയാണ്, അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കശ്മീരി മുളകാണ് വേണ്ടത്, അത് ഇടാം. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതെന്ന് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്രഷ് ചെയ്തിട്ടുള്ള സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും മസാലയൊക്കെ ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം സവാളയിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 250 ml 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് കൊടുക്കുക. ഇനി വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/4 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇടുമ്പോഴാണ് ടേസ്റ്റ്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. കുറച്ച് നേരം കൂടെ തേങ്ങയൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സോയാ ചങ്ക്സിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. അത് നോക്കിക്കോ, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. ഇത് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നാളെ കാണാം.